വെൽക്കം ബാക്ക്. പോലീസിനെ തുടർന്നു. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. രഞ്ജിത്തിന് ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. കേസിൽ സഹസംവിധായിക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തനിക്കെതിരെയുള്ള പരാതി വ്യാജമെന്നായിരുന്നു രഞ്ജിത്തിന്റെ ആരോപണം. എന്നാൽ ചുമത്തപ്പെട്ട കുറ്റങ്ങളുമായി രഞ്ജിത്തിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രഥമദൃഷ്ട്യാ പ്രകടമെന്നാണ് കോടതി നിരീക്ഷണം. പ്രതിയുടെ ആരോഗ്യസ്ഥിതി, ചുമത്തിയ കുറ്റങ്ങളിൽ 5 വർഷത്തിൽ താഴെയാണ് പരമാവധി ശിക്ഷ എന്നിവ പരിഗണിച്ച് ജാമ്യം നൽകുന്നതെന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കി. പ്രതിയുടെ ആരോഗ്യസ്ഥിതിയും പ്രായവും സാമൂഹ്യ ബന്ധവും കണക്കിലെടുക്കുമ്പോൾ ഒളിവിൽ പോകാനുള്ള സാധ്യത കുറവാണ്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷിയെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ ആശങ്ക ഗൗരവമായി കാണുന്നുവെന്നും കോടതി പറഞ്ഞു. മാർച്ച് 31-ന് തൊടുപുഴയിൽ നിന്ന് അറസ്റ്റിലായ രഞ്ജിത്ത് ജാമ്യം ലഭിച്ചതോടെ ഇന്നലെയാണ് എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കേസിൽ രഞ്ജിത്തിന്റെ സഹസംവിധായക ശാലിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന സംശയത്തിലാണ് നടപടി. കേസിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് ശാലിനിയുടെ മൊഴി. കേസിൽ 2 പേരുടെ കൂടി രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. പോക്സോ കേസിൽ സന്നദ്ധ സംഘടന HRDSന്റെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത ഡൽഹി പോലീസ്. പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്നാരോപിച്ച് HRDSലെ മുൻ ജീവനക്കാരനാണ് പരാതി നൽകിയത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. പരാതി വ്യാജമെന്നാണ് HRDS വിശദീകരണം. ഇന്നലെ വൈകിട്ടാണ് അജി കൃഷ്ണനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോക്സോ വകുപ്പും BNS 73 ചുമത്തി FIR രജിസ്റ്റർ ചെയ്തെങ്കിലും ആരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അജി കൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തൂവെന്ന് പോലീസ് പറഞ്ഞു. 2024-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പരാതിക്കാരൻ ജോലി സംബന്ധമായ ആവശ്യത്തിന് കൊൽക്കത്തയിലേക്ക് പോയപ്പോൾ തന്റെ വീട്ടിൽ വെച്ച് 11-കാരിയായ മകളെ ലൈംഗികാതിക്രമത്തിന് അജി കൃഷ്ണൻ ഇരയാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. ഏപ്രിൽ 7-ാം തീയതി സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശിശു സംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരാതി നൽകിയത്. എന്നാൽ പരാതി വ്യാജമാണെന്നാണ് HRDS വിശദീകരിക്കുന്നത്. സംഘടനയ്ക്കകത്തെ തർക്കങ്ങളാണ് പരാതി നൽകാൻ കാരണമായതെന്നും HRDS ആരോപിക്കുന്നു. 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.